ഹലോ, നമുക്ക് ക്രോഷ്യ പഠിച്ചാലോ? അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രോഷ്യ ആൻഡ് മീ. നമുക്ക് ആദ്യം ക്രോഷ്യ പഠിക്കാൻ വേണ്ട മെറ്റീരിയൽസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് യാൺസ് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള യാൺസ് അവൈലബിൾ ആണ്. പിന്നെ വേണ്ടതാണ് ഹുക്സും നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന യാൺസിനനുസരിച്ചിട്ട് വേണം ഹുക്ക് സൈസ് ചൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വേണ്ടത് സിസേഴ്സ് ആണ്. നമുക്ക് എന്തായാലും യാൺസ് കട്ട് ചെയ്യണം, അപ്പോൾ എന്തായാലും ഒരു കത്രികയുടെ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടതാണ് നീഡിൽസ്. ഇത് നമ്മൾ ഓരോ പ്രൊജക്റ്റിൻ്റെ അവസാനം ടൈലൈൻസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ചെറിയ ചെറിയ സ്റ്റിച്ചിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടതാണ് സ്റ്റിച്ച് മാർക്കേഴ്സ്. ഞാനിവിടെ സേഫ്റ്റി പിൻസ് ആണ് സ്റ്റിച്ച് മാർക്കറിന് പകരം യൂസ് ചെയ്യുന്നത്. ഇനി ഒരു മെഷറിംഗ് ടേപ്പ് വേണം. നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുന്ന വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് മെഷർമെൻറ്റിൻ്റെ ആവശ്യം വരും, അപ്പോൾ ഇത് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു നോട്ട്ബുക്കാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പാറ്റേൺസും സ്റ്റിച്ചസും ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ബിഗിനറിന് ക്രോഷ്യ പഠിക്കാൻ വേണ്ട ബേസിക് പ്രോഡക്ട്സ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചസിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലിപ്പ് നോട്ടാണ്. ഈ ഒരു സ്ലിപ്പ് നോട്ടിൽ നിന്നാണ് ക്രോഷ്യയിലെ ഒട്ടുമിക്ക പ്രൊജക്ട്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇത് ചെയ്യാനായിട്ട് യാണിൻ്റെ ചെറിയ അറ്റം ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണം ചുറ്റിയെടുക്കാൻ. അപ്പോൾ ഇവിടെ ഒരു ക്രോസും ബാക്കിൽ ഇങ്ങനെ പാരലായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ജസ്റ്റ് യാണിനെ ഒന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ചുറ്റി കൊടുക്കാം. ഓക്കെ, ഇനി യാണിനെ ഇങ്ങനെ ഡൗൺ പൊസിഷനിലാക്കുക, അതായത് ഇങ്ങനെ തിരിച്ചു പിടിക്കാം. ഈ ഒരു ഭാഗം താഴെ വരണം. ഇനി ആദ്യത്തെ യാണിൻ്റെ അടിയിലൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് രണ്ടാമത്തെ യാണിനെ പുള്ള് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു നോട്ട് ഫോം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വർക്കിംഗ് യാണിനെ വലിച്ചു കൊടുക്കുക. ഈ വലിയ ഭാഗമാണ് വർക്കിംഗ് യാൺ, ചെറിയത് ടെയിൽ എൻഡാണ്. അപ്പോൾ വർക്കിംഗ് യാണിനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ടൈറ്റ് ആയി വരും. ഇത് ഓവർ ലൂസോ ഓവർ ടൈറ്റോ ആവാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചെയിൻ സ്റ്റിച്ചാണ്. നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ യാണിനെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. ജസ്റ്റ് ഒരു ടെൻഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈറ്റ്നെസ്സിൻ്റെ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നോക്കിയാൽ നമ്മുടെ ഹുക്ക് മുകളിലായിട്ടും യാൺ താഴെയായിട്ടും നമുക്ക് കാണാം. ഇനി ഈ ഹുക്കിനെ യാണിൻ്റെ അടിയിലൂടെ കൊണ്ടുപോയി ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഈ ലൂപ്പിലൂടെ വലിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ചായി. ഒന്നുകൂടെ നോക്കാം. യാണിൻ്റെ അടിയിലൂടെ ഹുക്ക് കൊണ്ടുപോയി ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, ഇങ്ങനെ വലിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ ചെയിൻ സ്റ്റിച്ച്. നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചിനെ ഫൗണ്ടേഷൻ ചെയിൻ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റിച്ച് എന്നൊക്കെ പറയാറുണ്ട്. കാരണം നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചിൽ നിന്നാണ് ബാക്കിയുള്ള വർക്ക് ചെയ്തു പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 10 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഒരു ചെയിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുതിയൊരു റോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്ട്രാ ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ചെയിനിനെ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, എന്നിട്ട് സെക്കൻഡ് ചെയിനിലേക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ. ഇതിനെ നമ്മൾ സ്കിപ്പ് ചെയ്യും. ഇതിൻ്റെ മുകളിലായിട്ടൊരു ലൂപ്പ് കാണാം. ഇതൊരിക്കലും ഒരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ വർക്കിംഗ് ലൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ തന്നെ വിടുക, എന്നിട്ട് ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ചെയിൻ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ചെയിൻ. ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലോട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, എന്നിട്ട് യാൺ ഓവർ ചെയ്യാം, എന്നിട്ട് ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലൂടെ യാണിനെ വലിച്ചെടുക്കാം. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്സ് കാണാം. ഇനി നമ്മൾ കൊണ്ടുവന്ന ഫസ്റ്റ് ലൂപ്പിനെ ഈ സെക്കൻഡ് ലൂപ്പിലൂടെ വലിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് നമ്മുടെ പ്രോജക്ട്സ് കംപ്ലീറ്റ് ആവുമ്പം അതിൻ്റെ എൻഡിൽ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സർക്കിൾ പ്രൊജക്ട്സിൻ്റെയൊക്കെ ഓരോ റോസിൻ്റെയും എൻഡിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് 10 ചെയിൻ സ്റ്റിച്ചിലും ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. ബാക്ക് സൈഡിൽ ഇങ്ങനെയായിരിക്കും. ഇനി നമുക്കിതിൻ്റെ എൻഡിലായിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അത് അഴിഞ്ഞു പോവാതെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ജസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട്
ബാക്കിയുള്ള യാണിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. അതിന് വേണ്ടിയിട്ട് ഞാൻ 10 ചെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു എക്സ്ട്രാ ചെയിൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ സ്ലിപ്പ് സ്റ്റിച്ചിന് വേണ്ടി ചെയ്തതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് സെക്കൻഡ് സ്റ്റിച്ചിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് യാണിനെ വലിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്സ് കാണാം. ഇനി ഈ 2 ലൂപ്പിലൂടെ നമുക്ക് യാണിനെ വലിച്ചെടുക്കണം. അതിനുവേണ്ടി യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് 2 ലൂപ്പിലൂടെയും യാണിനെ വലിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. ഈ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രൊജക്ട്സ് ചെയ്യാനായിട്ട് പറ്റും. അമഗുറുമി പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് മാത്രം ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. ഞാനിപ്പോൾ 10 സ്റ്റിച്ചിലേക്കും സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു റോ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് റോ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ഇപ്പം നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിലല്ലേ ചെയ്തത്, ഇനി നമുക്ക് ഈ സിംഗിൾ ക്രോഷയുടെ മുകളിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പുതിയൊരു റോ ആണ്. അപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത അതേ സ്റ്റിച്ചിലേക്കാണ് സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത എക്സ്ട്രാ ചെയിൻ. അതിൻ്റെ താഴെയായിട്ട് കാണുന്നതാണ് നമ്മുടെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച്. അതിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയിനിനകത്ത് വർക്ക് ചെയ്തപ്പോൾ ഒരു ലൂപ്പിലൂടെ മാത്രമാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ 2 ലൂപ്പിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ലൂപ്പിലേക്കും ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ലൂപ്പ് പുൾ ചെയ്തെടുക്കുക. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെയും യാണിനെ പുൾ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ സിംഗിൾ ക്രോഷേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. അതിന് വേണ്ടിയിട്ട് ഞാൻ 10 ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് 2 ചെയിൻസ് ആണ്. ഒരു ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 ചെയിൻ സ്റ്റിച്ചാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ 2 ചെയിൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഹുക്കിലേക്ക് ഒരു വട്ടം യാൺ ഓവർ ചെയ്യണം. യാൺ ഓവർ ചെയ്തു. എന്നിട്ട് അതിനെ ഒന്ന് സെക്യൂർ വെക്കുക. എന്നിട്ട് 2 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. 3ാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. 3rd ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് യാൺ ഓവർ ചെയ്യുക. യാണിനെ പുൾ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് കാണാം. ഇനി നമ്മൾ ഈ 3 ലൂപ്പിലൂടെയും യാണിനെ പുൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ യാൺ ഓവർ ചെയ്യുക. 3 ലൂപ്പിനകത്തൂടെയും യാണിനെ വലിച്ചെടുക്കാം. ഇതാണൊരു ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലേക്കും ഞാൻ ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് പുതിയൊരു റോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ചെയിൻ സ്റ്റിച്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇനി നമുക്ക് ടേൺ ചെയ്യാം വർക്ക്. എന്നിട്ട് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ, നേരത്തെ കാണിച്ചതുപോലെ തന്നെ 2 ലൂപ്പിലൂടെയും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഹാഫ് ഡബിൾ ക്രോഷേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷയുടെ സ്ട്രക്ചർ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റിച്ചാണ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 10 ചെയിൻസ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 ചെയിൻസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ ലെങ്ത് വരുന്നത് 3 ചെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ചെയിൻസ് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 3 ചെയിൻസും സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ ചെയിനിലേക്കാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു തവണ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് 4th ചെയിനിലേക്ക് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഇനി വീണ്ടും യാൺ ഓവർ ചെയ്യുക. യാണിനെ വലിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിനകത്ത് 3 ലൂപ്സ് കാണാം. ഇനി യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്സിലൂടെ മാത്രം യാണിനെ വലിച്ചെടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പും കൂടെ ബാക്കിയുണ്ട്. ഇനി ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് ആ ഒരു 2 ലൂപ്പിലൂടെ യാണിനെ വലിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. ഞാനിവിടെ ബാക്കി എല്ലാ സ്റ്റിച്ചസിലേക്കും ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക.
ഇനി ഇവിടെ നമുക്ക് അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 3 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ വർക്കിനെ ടേൺ ചെയ്ത് ഡബിൾ ക്രോഷ്യേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച്. അതിന് വേണ്ടിയിട്ട് ഞാൻ 10 ചെയിൻസ് തന്നെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 4 ചെയിൻസ് എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ആണ് 4 ചെയിൻസ്. ഇനി നമ്മൾ 2 തവണ യാൺ ഓവർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമുക്ക് 4 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് 5ാമത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് യാണിനെ പുൾ ചെയ്തെടുക്കാം. ഇപ്പം നോക്കിയാൽ നമ്മുടെ ഹുക്കിൽ 4 ലൂപ്സ് കാണാം. ഓക്കെ, ഇനി വീണ്ടും യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം യാണിനെ വലിച്ചെടുക്കാം. ഇനി നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് ആണുള്ളത്. അപ്പോൾ വീണ്ടും യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് 2 ലൂപ്പിലൂടെ മാത്രം വലിച്ചെടുക്കാം. ഇനി ലാസ്റ്റ് 2 ലൂപ്സ് കാണാം. വീണ്ടും യാൺ ഓവർ ചെയ്ത ശേഷം അതിലൂടെ യാണിനെ വലിച്ചെടുക്കാം. ഇതാണൊരു ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇനി ബാക്കിയുള്ള സ്റ്റിച്ചസിലൂടെ നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്രോഷ്യയിൽ വരുന്ന ബേസിക് സ്റ്റിച്ചസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.